പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് മഹാമനസ്കത എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11 അധ്യായം 25 തിരുലിഖിതം. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും തീർച്ച. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറുകളിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചത് കൊണ്ടാണ്. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. ഇന്ന് ഞാനും നിങ്ങളും വചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നത് സ്വർഗീയ പിതാവ് തൊട്ട് വിളിച്ചത് കൊണ്ടാണ്. ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിന്റെ അത്ഭുതകരമായ ആത്മാവ് എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന മണിക്കൂറാണിത്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുണ്ടായ വലിയ അത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അവര് സഖിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എഴുതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് മാഗി വർഗീസ്. ഞാൻ തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ ഇടവകയിൽ നിന്നുമാണ് ഇത് എഴുതുന്നത്. ജൂലൈ മാസം 2009 ജൂലൈ മാസം 27 തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ അമ്മയ്ക്ക് 3 വർഷമായി അലട്ടിക്കൊണ്ടിരുന്ന മൂക്കിലെ ദശ വളരുന്ന അസുഖവും അതിനെ തുടർന്നുണ്ടായ ശക്തമായ തലവേദനയും തുമ്മലും മറ്റ് അസ്വസ്ഥതകളും 27 തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു. ഈ രോഗത്തിന് വേണ്ടി 3 വർഷമായി ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൽക്കാലത്തേക്ക് മാറും, പിന്നെ അതിനേക്കാൾ ശക്തിയോടെ വരും. ഇതായിരുന്നു സ്ഥിതി. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ തയ്യാറായി. 2009 ഓഗസ്റ്റ് മാസം 8 തീയതിയാണ് ഓപ്പറേഷന് ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. 2009 ജൂലൈ 27 തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് വലിയ അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും കേട്ടപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഓപ്പറേഷന് തൊട്ട് മുമ്പ് ഓഗസ്റ്റ് മാസം 6 തീയതി ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടിയുള്ള അടുത്ത ടെസ്റ്റ് നടത്താൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നു. ടെസ്റ്റ് നടത്തി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രോഗം പരിപൂർണമായി വിട്ടുമാറിയിരിക്കുന്നു, മൂക്കിൽ ദശ ഒട്ടും കാണാനില്ല, നിങ്ങൾക്കിനി ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ മടക്കി അയച്ചു. ഞങ്ങളുടെ കർത്താവിന് കോടാനുകോടി നന്ദിയും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, ഓഗസ്റ്റ് മാസം 8 തീയതി ഓപ്പറേഷന് വേണ്ടി ഓഗസ്റ്റ് 6 തീയതി അവർ ടെസ്റ്റ് ചെയ്യാൻ ചെന്നതാണ്. അപ്പോഴാണ് ജൂലൈ 27 തീയതിയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നെ 6 തീയതി ചെന്നപ്പോൾ മൂക്കിലെ ദശ കാണാനില്ല. ഡോക്ടർക്കും അത്ഭുതം, വീട്ടുകാർക്കും അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ ആത്മാവ് രോഗങ്ങളുടെ മേൽ, രോഗികളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ആത്മാവ് കുടുംബത്തിന്റെ ഓരോ കണ്ണുനീരിന്റെ മേലും വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും, സമൂഹങ്ങളുടെ മേലും, സ്ഥാപനങ്ങളുടെ മേലും ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അന്ധകാര പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവവചനം കേട്ട് അഭിഷേകം പ്രാപിക്കാൻ, ദൈവവചനം കേട്ട് സൗഖ്യം പ്രാപിക്കാൻ, ദൈവവചനം കേട്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ തടസ്സപ്പെടുത്തി ഈ ദൈവമക്കളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും, ദുരാത്മബാധകളെയും, എല്ലാ തരത്തിലുള്ള അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകമായി നിറയണമേ. ദൈവവചനത്തിന്റെ ആത്മാവേ, ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവതി യുവാക്കന്മാർ,
കുടുംബങ്ങൾ, കുടുംബനാഥന്മാർ, സമൂഹങ്ങൾ, സമൂഹ അംഗങ്ങൾ എല്ലാവരുടെ മേലും അത്ഭുത അഭിഷേകമായി പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 11 അധ്യായം 25 തിരുലിഖിതം. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും തീർച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ മക്കളുടെ ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് ദൈവരാജ്യം വെച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡമാണ് മഹാമനസ്കത. ഹല്ലേലൂയ. ഉദാരമായി കൊടുക്കണം, ഉദാരമായി മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തന്നെ ബൈബിളിൽ പ്രബോധനങ്ങളുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹവും സഹോദരപുത്രനായ ലോത്തും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ദൈവം തന്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹം എല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെല്ലാം കൂട്ടി സ്വന്തം ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോന്നു. സഹോദരപുത്രൻ ലോത്തും ഉടനെ അബ്രാഹത്തിന്റെ കൂടെ പുറപ്പെട്ടു പോന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ദൈവം കാണിച്ചു തന്ന ദേശത്തേക്ക് പുറപ്പെട്ട് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവരെ നയിച്ചുകൊണ്ടിരുന്നു. അവരുടെ എല്ലാ മേഖലകളെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വലിയ സമൃദ്ധി ഉണ്ടായി എന്നാണ് തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. ഇത് നാം വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13 അധ്യായത്തിലാണ്. 13 അധ്യായത്തിലെ 1, 2 തിരുലിഖിതങ്ങൾ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. ദൈവരാജ്യത്തിന്റെ വഴികളിലേക്ക് ഒരു വ്യക്തി പുറപ്പെടുമ്പോ അനേകം വ്യക്തികൾക്ക് ധാരണയുണ്ട്, എന്നും കണ്ണുനീരും രോഗവും കുരിശുമായിരിക്കുമെന്ന്. അത് തെറ്റായൊരു ബോധ്യമാണ്. മറ്റൊരു തെറ്റായ ബോധ്യം പല ദൈവമക്കളെയും പീഡിപ്പിക്കുന്നുണ്ട്. പണവും സമ്പത്തും ഉയർച്ചയും അത് പിശാചിന്റേതാണ്. അതും തെറ്റായൊരു ബോധ്യമാണ്. ദൈവരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ വഴികളിലേക്ക് ദൈവം വിളിക്കുമ്പോഴും ദൈവം അയക്കുമ്പോഴും ദൈവം നടത്തുമ്പോഴും ദൈവമക്കൾക്ക് അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെ വിശുദ്ധ നാം പഠിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിന് ധാരാളം സ്വർണവും ധാരാളം വെള്ളിയും ഒരുപാട് കന്നുകാലിക്കൂട്ടങ്ങളുടെ സമൃദ്ധിയും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ലോത്തിന്റെ സ്ഥിതി എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 13 അധ്യായം 5 വാക്യം. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. അത്രമാത്രം വലിയ സമൃദ്ധിയാണ് അബ്രാഹത്തിനും ലോത്തിനും ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഒരുമിച്ച് അവരുടെ കന്നുകാലിക്കൂട്ടങ്ങളെയും ആട്ടിൻ പറ്റങ്ങളെയും താമസിപ്പിക്കാനും മേയിക്കാനും ആ ദേശം തികയാത്തത്ര സമൃദ്ധി അബ്രാഹത്തിനും സഹോദരപുത്രനായ ലോത്തിനും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യം വന്നപ്പോൾ അവരുടെ ഇടയന്മാർ തമ്മിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായി. അതാണ് ഉൽപ്പത്തി 13 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയാൻ തുടങ്ങിയപ്പോ അബ്രാഹം ഒരു തീരുമാനമെടുത്തു. ഇനി രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം അബ്രാഹം സഹോദരപുത്രനായ ലോത്തിനെ അടുത്തേക്ക് വിളിച്ചു. ലോത്തിനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇനി വഴക്കടിക്കുന്നത് ശരിയല്ല, നമുക്ക് ഇവിടെ വെച്ച് വേർപിരിയാം. അബ്രാഹവും ലോത്തും തമ്മിലുള്ള സംഭാഷണം ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ 8, 9 വാക്യങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്.
കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളാം. നോക്കുക, ഇതാണ് വിശാല മനസ്കത, ഉദാര മനസ്കത. ഇവിടെ വേണമെങ്കിൽ അബ്രാഹത്തിന് 100 ന്യായങ്ങൾ പറയാം. ഞാൻ പുറപ്പെട്ടപ്പോ എന്റെ കൂടെ വലിഞ്ഞു കയറി വന്നതല്ലേ, കിട്ടുന്നത് സ്വീകരിച്ചു പോവുക, പ്രത്യേകിച്ച് അവകാശമൊന്നും പറയണ്ട. ഇങ്ങനെ വേണമെങ്കിൽ പലതരത്തിലുള്ള മനോഭാവങ്ങൾ അബ്രാഹത്തിന് പുലർത്താമായിരുന്നു. എന്നാൽ അബ്രാഹം അതൊന്നും ചിന്തിക്കുന്നില്ല. കുരുട് പിടിച്ച ഒരു ചിന്തയ്ക്കും അബ്രാഹത്തിന്റെ ഉള്ളിൽ സ്ഥാനമില്ല. അബ്രാഹം വിശാല മനസ്കതയോടെ ചിന്തിക്കുകയാണ്. മഹാമനസ്കനായിരുന്നു അബ്രാഹം. അബ്രാഹം സഹോദരനെ പുത്രനെ വിളിച്ചിട്ട് പറയാണ്, ഇതാ നിന്റെ മുമ്പിൽ ദേശമെല്ലാം പരന്നു കിടക്കുകയാണ്, നിനക്ക് ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. നിനക്ക് വലതുഭാഗമാണ് താല്പര്യമെങ്കിൽ നീ വലതുവശത്തേക്ക് പോയിക്കൊള്ളുക, അതെല്ലാം നീ സ്വന്തമായി എടുത്തുകൊള്ളുക. നിനക്ക് ഇടതുഭാഗമാണ് താല്പര്യമെങ്കിൽ നീ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളുക. നീ എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്തുകൊള്ളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ മക്കൾ തമ്മിലുള്ള ഇടപെടലുകളിൽ ദൈവരാജ്യം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഉദാര മനസ്ഥിതിയുടെ ഒരു മനോഭാവം. പ്രൈസ് ദി ലോർഡ്. മഹാമനസ്കതയുള്ളവർക്കേ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അബ്രാഹാം മഹാമനസ്കതയോടെ തന്റെ സഹോദരപുത്രനോട് പെരുമാറുകയാണ്. അങ്ങനെ ലോത്ത് ഏറ്റവും ചങ്കായ ഭാഗം, ഏറ്റവും ഫലപുഷ്ടിയുള്ള ഭാഗം, ഏറ്റവും നല്ല ഭാഗം ലോത്ത് കണ്ടു. അത് ലോത്ത് എടുത്തു. ബാക്കി ഉണ്ടായിരുന്നത് എടുത്ത് അബ്രാഹാം സന്തോഷത്തോടെ ദൈവത്തെ അനുഗമിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബാക്കിയുണ്ടായിരുന്ന ഭാഗത്ത് പോയ അബ്രാഹത്തെ ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. അബ്രാഹാം ഇന്നും അനുഗ്രഹീതനായി ലോകത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശാല മനസ്ഥിതി ഉള്ളവരെയാണ് ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത്. നമ്മുടെ അധ്വാനമോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള വിളവോ കഴിവുകളോ ഇതൊന്നും അല്ല നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും അടിസ്ഥാനം. നമ്മുടെയും നമ്മുടെ മക്കളുടെയും കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്ഥിതിയാണ്. കുരുട് പിടിച്ച മനസ്ഥിതിയാണെങ്കിൽ നമ്മുടെ പോകുന്ന വഴിക്കും കുരുട് പിടിച്ചിരിക്കും. ഒരു ഇടുങ്ങിയ മനസ്ഥിതിയാണെങ്കിൽ എല്ലാം നമുക്ക് ഇടുങ്ങിയിരിക്കും. ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കാരുണ്യമില്ലാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. അതുകൊണ്ട് ദൈവവചനം ഉയർച്ചയ്ക്ക് വേണ്ടി, ധാരാളം ഉയർച്ച നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ധാരാളം വളർച്ച, അഭിവൃദ്ധി, സമാധാനം, സന്തോഷം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരോടുള്ള ഇടപെടലുകളിൽ ഉദാര മനസ്കത ദൈവരാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഉദാര മനസ്കതയുടെ കുറവാണ്, കുരുട് പിടിച്ചതും ഇടുങ്ങിയതുമായ ചിന്താഗതിയാണ് ഇന്ന് അനേകം കുടുംബങ്ങളുടെ ഉയർച്ചയില്ലായ്മയുടെ പിന്നി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് സാവൂൾ രാജാവും ദാവീദും തമ്മിലുള്ള ഇടപെടലുകളാണ്. സാവൂൾ രാജാവ് അങ്ങനെ മഹാശക്തനായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ അദ്ദേഹം പാപം ചെയ്ത് തിരസ്കൃതനാകുന്നത്. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ഉയർത്തി. അങ്ങനെ ദാവീദ് സാവൂളിന്റെ കൊട്ടാരത്തിലെത്തി. ദൈവം സാവൂളിന്റെ കൊട്ടാരത്തിൽ ദാവീദിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും സാവൂളിന് ഈ ദാവീദിനോട് കൊല്ലാനുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. പലതവണ അവനെ ഭിത്തിയോട് ചേർത്ത് കുന്തപെറിഞ്ഞ് കൊല്ലാൻ സാവൂള് ശ്രമിച്ചു. എന്നാൽ ദൈവം അവനെ സംരക്ഷിച്ചു. പലതവണ യുദ്ധമുഖത്ത് വിട്ട് ശത്രുക്കളുടെ വാളിന് ഇരയായി ദാവീദ് മരിക്കാൻ സാവൂള് കളമൊരുക്കി. പക്ഷെ ദൈവം അവനെ സംരക്ഷിച്ചു. അതെല്ലാം അവൻ അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ സാവൂളിന്റെ കോപവും ദേഷ്യവും വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ ദാവീദ് സാവൂളിന്റെ കൊട്ടാരത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് സ്വന്തം ജീവന്റെ രക്ഷാർത്ഥം ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പാവപ്പെട്ട ദാവീദ് മരുഭൂമിയിൽ ആരോരുമില്ലാതെ, അനുയായികളില്ലാതെ, ചുരുക്കം 1-2 പേരുടെ അകമ്പടിയോടുകൂടെ മരുഭൂമിയിൽ മാറി മാറി ഒളിത്താവളങ്ങളിൽ സ്വന്തം ജീവന്റെ രക്ഷാർത്ഥം അങ്ങനെ അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് മരുഭൂമിയിൽ ഉണ്ടെന്നറിഞ്ഞ് സാവൂള്
കരുത്തരായ 3000 പടയാളികളോടുകൂടെ ദാവീദിനെ വേട്ടയാടാൻ വേണ്ടി മരുഭൂമിയിലേക്ക് വന്നു. അതാണ് 1 സാമുവേൽ 26 അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. കരുത്തരായ 3000 ഇസ്രായേലരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. അങ്ങനെ ദാവീദിനെ വേട്ടയാടാൻ, ദാവീദിനെ തേടി പോയത് അവന് വെള്ളം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. മരുഭൂമിയിലിട്ട് ദാവീദിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് രാജാവ് സൈന്യസമേതം മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്നത്. അങ്ങനെ സാവൂൾ രാജാവ് വന്ന് ഹക്കീല കുന്നുകളിൽ പാളയമടിച്ചു. അതിന്റെ സമീപത്ത് തന്നെ ഒളിത്താവളത്തിൽ ദാവീദും വസിക്കുകയാണ്. ഇങ്ങനെ ഹക്കീല കുന്നുകളിൽ സാവൂളും അനുചരന്മാരും എത്തിയിരിക്കുന്ന വാർത്ത ദാവീദ് അറിഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് കേണ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ആത്മാവിന്റെ പ്രേരണയുണ്ടായി. ദാവീദ് എഴുന്നേറ്റു, തന്റെ അനുചരനായ അബിഷായിയെയും കൂട്ടി. അങ്ങനെ സാവൂള് അന്തി ഉറങ്ങുന്ന സാവൂളിന്റെ യുദ്ധ കൂടാരത്തിലേക്ക് ഒറ്റയ്ക്ക് അനുചരനെയും കൂട്ടി ദാവീദ് രാത്രി പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സാവൂളിനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ആ രംഗമാണ് സാമുവേൽ പുസ്തകം 1 പുസ്തകത്തിൽ 26 അധ്യായത്തിൽ 6 വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അമ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. ഇങ്ങനെ അവര് കർത്താവ് സ്പർശിച്ച് ഗാഢനിദ്രയിലാണ്ട് കിടക്കുകയാണ്. ഈ സമയത്ത് ദാവീദിന്റെ അനുചരൻ അബിഷായി ദാവീദിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് സാമുവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിൽ 26 അധ്യായത്തിൽ 8 തിരുലിഖിതം. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമതൊന്നുകൂടി കുത്തേണ്ട ആവശ്യം വരികയില്ല. ഇപ്പൊ നോക്കുക, സാവൂള് മുമ്പിൽ ബോധമറ്റ് അങ്ങനെ ഉറക്കത്തിൽ പൂണ്ട് കിടക്കുകയാണ്. കുന്തം തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അനുചരൻ അബിഷായി എന്തിനും തയ്യാറായി ഒരാജ്ഞ കാത്തു നിൽക്കുകയാണ്. ദാവീദിന് ഓക്കെ ഒറ്റ കുത്തു കൊടുക്കെന്ന് പറഞ്ഞാൽ ആ കുത്തോടുകൂടെ സാവൂളിന്റെ കഥ തീരും. ഇപ്പോൾ സാവൂളിന്റെ ജീവൻ ദാവീദിന്റെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ദാവീദ് എന്താ ചെയ്തത്? ദാവീദിന്റെ മനസ്സ് മഹാമനസ്കതയുള്ള ഒരു മനസ്സായിരുന്നു. ദൈവരാജ്യത്തിന്റെ മക്കൾ തമ്മിലുള്ള ഇടപെടലുള്ള വ്യവസ്ഥിതി ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാവീദ് ദൈവരാജ്യത്തിന്റെ ആ മഹാമനസ്കതയിൽ ഇടപെടുന്ന രംഗമാണ് തുടർന്നുള്ള വചനത്തിൽ 9 വാക്യത്തിൽ നാം വായിക്കുന്നത്. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷിയായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണേ, അവിടുന്ന് അവനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യട്ടെ. ഒരു ഉപദ്രവവും അവൻ ചെയ്തില്ല. പിന്നെ അവൻ ആകെ ചെയ്തത് ആ തലയ്ക്കൽ വെച്ചിരുന്ന കുന്തവും കൂജയും എടുത്ത് അവൻ അവിടുന്ന് ദൂരേക്ക് പോയി. അങ്ങനെ ദൂരെ ഒരു മലമുകളിൽ ചെന്നിട്ട് അവൻ ഉറക്കെ ശബ്ദമുണ്ടാക്കി അവരെ എഴുന്നേൽപ്പിച്ചിട്ട് രാജാവേ, കുന്തവും കൂജയും എവിടെ? അവൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് സാവൂളും പടനായകന്മാരും വിവരം അറിയുന്നത്. ഉടനെ സാവൂളിന്റെ മനസ്സിൽ വലിയ ഒരു അനുതാപം ഉണ്ടായി. സാവൂള് ദാവീദിനോട് ചോദിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 1 പുസ്തകം 26 അധ്യായം 17 വാക്യം. സാവൂൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, മകനേ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? ഉടനെ ദാവീദ് സാവൂളിനോട് സംസാരിക്കുന്നുണ്ട്. അതിൽ ദാവീദിന്റെ ഒരു വലിയ ദുഃഖം ദാവീദ് സാവൂളിനോട് പറയാണ്, അല്ലയോ രാജാവേ, മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ അങ്ങ് എന്റെ ജീവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നാലും ശരി, ഞാൻ അങ്ങയെ കൊന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. സാവൂള് ദാവീദിനോട് വലിയ സ്നേഹത്തോടെ പറയുന്ന ഭാഗമാണ് 1 സാമുവേൽ 26 അധ്യായം അതിൽ 25 തിരുലിഖിതം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവന്റെ വഴിക്ക് പോയി. സാവൂൾ കൊട്ടാരത്തിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് മഹാമനസ്കത, ഇതാണ് വിശാല മനസ്ഥിതി. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ദാവീദ് പിന്നീട് അനുഗ്രഹിക്കപ്പെട്ട് വലിയ സ്ഥിതിയിലേക്ക് ഉയർന്നു. ഇസ്രായേൽ രാജ്യം ദാവീദിന്റെ കാലത്തെന്നതുപോലെ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല. ലോക ചരിത്രത്തിൽ ദാവീദിന്റെ കാലം
ഇസ്രായേൽ രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അതുപോലെ ദൈവം ദാവീദിലൂടെ രാജ്യത്തെ മുഴുവനും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജോലി സ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതി നീ മനസ്സിലാക്കണം. മഹാമനസ്കതയുടെ ഒരു മനോഭാവം നിന്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്തണം. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പ്രതികാരത്തിന്റെ സ്വഭാവം, ഇടുങ്ങിയ മനസ്സ്, ഉദാരതയില്ലാത്ത മനസ്ഥിതി, ഒരു കുരുട്ട് പിടിച്ച സ്വഭാവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എടുത്തു മാറ്റണമേ. ആ മേഖലകളിൽ ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കൈപ്പേറിയ അനുഭവത്തിന്റെ, ഹൃദയവിശാലത ഇല്ലായ്മയുടെ, ഓരോ തരത്തിലുള്ള ഇടുങ്ങിയ കാഴ്ചപ്പാടിന്റെ ഓരോ അരൂപികളും സ്വാധീനങ്ങളും ശക്തികളും ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, വിശാലതയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, മഹാമനസ്കത ആത്മാവ് ഓരോ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.